അപ്പോൾ റാൻഡം സെലക്ഷൻ ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രത്യേക ക്രൈറ്റീരിയ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു റൂൾ അനുസരിച്ചോ ഒരു ഫിൽറ്ററിംഗ് മെക്കാനിസത്തിലൂടെ ഒന്നും ആരും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. ദർ ഇസ് ആൻ ഓപ്പൺ ചാൻസ് ഫോർ എവരിവൺ ടു ബി സെലക്ടഡ്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സാറേ ഒരു മിനിറ്റ് ഞാൻ ഇതിനിടയ്ക്ക് ചെറിയൊരു ഒരു ഇപ്പൊ എന്താണ് കോൺട്രാസെപ്റ്റീവ് പിൽസ്, നമ്മൾ ഗർഭനിരോധന ഗുളിക എന്ന് പറയുന്ന സാധനം, അതിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഒരു സർവേ ഒരു സ്റ്റഡി നടത്തണം. അതെനിക്ക് സാമ്പിളായിട്ട് ഒരിക്കലും പുരുഷന്മാരെ എടുക്കാൻ പറ്റില്ല, സ്ത്രീകളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ചെന്നിട്ട് എനിക്ക് ഈ ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിച്ചുകൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, പുരുഷന്മാരുടെ പ്രോബബിലിറ്റി 0 ആണ് അതിനകത്ത്, സ്ത്രീകൾക്ക് മാത്രമേ പ്രോബബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് അത് ആ ഒരു സ്റ്റഡിക്ക് അതിനെ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രോബബിലിറ്റി സ്റ്റഡിയുടെ കീ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റിലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ഉണ്ടായിരിക്കണം ടു ബി സെലക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സബ്സെറ്റിനെ, വലിയ പോപ്പുലേഷൻ റാൻഡമായി സെലക്ട് ചെയ്യുന്ന ഒരു സബ്സെറ്റ് ഉണ്ടായിരിക്കും. ആ സബ്സെറ്റിനെ ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന് ഉള്ള സ്റ്റഡീസ് നടത്തുന്നത്. എന്നിട്ട് ഈ ചെറിയ സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അതിൽ 50 കുട്ടികളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക്, അല്ലെങ്കിൽ ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ടെസ്റ്റ് കൊടുത്തിട്ട്, അപ്പോൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പാണ് എൻ്റെ പ്രോബബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സെറ്റ് എന്ന് പറയുന്നത്. ആ സബ്സെറ്റിലുള്ള കുട്ടികൾക്ക് ഞാൻ ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അവരുടെ റിസൾട്ട് എടുത്തിട്ട് ഞാൻ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദാറ്റ് സ്മോൾ സബ്സെറ്റ്, ഇറ്റ് ഈസ് ഫോർ എൻറ്റയർ സ്കൂൾ. എന്നിട്ട് ഞാൻ പറയും ഈ സ്കൂളിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എബോവ് ആവറേജ് ആണ്. എനിക്കതെങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഞാൻ എല്ലാ കുട്ടികളെയും പരിശോധിച്ചില്ല, പകരം എൻ്റെ സബ്സെറ്റിനെ മാത്രമേ പരിശോധിച്ചുള്ളൂ. അപ്പോൾ ഒരു റിസർച്ച് ടൂളാണ്. നമുക്ക് വലിയൊരു പോപ്പുലേഷൻ എടുത്ത് ഒരിക്കലും ഒരു സ്റ്റഡി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഇങ്ങനെ സാമ്പിളിംഗ് ടെക്നിക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓർത്താൽ മതി. അതായത് ചോറ് വെന്തോ നോക്കാനായിട്ട് നമ്മൾ എല്ലാ ചോറും വെക്കി നോക്കേണ്ട കാര്യമില്ല, ഒരെണ്ണം ഞെക്കുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റതെല്ലാം ഇതുപോലാണെന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റാണ്, ഒരു യൂണിവേഴ്സൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഫക്റ്റ് കൺസെപ്റ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇനി ഇതിൻ്റെ ഒരു ഗോളെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പോപ്പുലേഷൻ എടുത്ത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ പോപ്പുലേഷൻ്റെ ഒരു മിനിയേച്ചർ സെലക്ട് ചെയ്തിട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ പഠിച്ച് റിസൾട്ടിനെ ജനറലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, ആൻസേഴ്സ് ആർ ഹിയർ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചോദിച്ചാൽ അവസാനത്തെ 2 പോയിന്റാണ് നമ്മൾ എലാബറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബയാസിങ് കുറയ്ക്കും. അതായത് ഇപ്പോൾ ഞാൻ പറയും പുകവലിയുടെ ദൂഷ്യവശങ്ങൾ പഠിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള 2 ആൾക്കാരെ മാത്രം എടുത്തിട്ട് അവരെ പുകവലിയെക്കുറിച്ച് ചോദിച്ച് അവരെ നിന്നാണ് റിസൾട്ട് എടുത്തത്. അത് ജെനുവിൻ ആയിരിക്കുമോ അല്ലയോ ആ റിസൾട്ട്? ജെനുവിൻ ആയിരിക്കുമോ? അല്ലെങ്കിൽ അത് ഡിപ്പെൻഡബിൾ റിസൾട്ട് ആയിരിക്കുമോ? ഒരിക്കലും അല്ല. കാര്യം എന്താണ്, ഞാനൊരു ബയാസ്ഡ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ട്രാവൽ ചെയ്യാൻ വയ്യ, എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ മതി എന്ന് പറയും. അങ്ങനെ പറ്റില്ല. അങ്ങനെ വീടിനടുത്തുള്ളവർ, വീടിന് ദൂരെയുള്ളവർ അങ്ങനെയൊന്നുമല്ല, റാൻഡം ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നു, അവിടെ പെട്ടെന്ന് ഒരാൾ പുക വലിക്കുന്നു, ഞാൻ അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസേഴ്സ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നു, ഇപ്പം ഞാൻ പെട്ടെന്ന് നാസറുദ്ദീൻ സാറിനെ ഫോണിൽ വിളിക്കുന്നു, ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ പുക വലിക്കുന്നവരുണ്ടോ, അവരോട് ഈ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം എനിക്ക് പറഞ്ഞാൽ. അപ്പം ഈ കേരളമെന്നോ ഇന്ത്യയെന്നോ ഗൾഫെന്നോ ഇല്ല, എവിടെ നിന്നൊക്കെ കിട്ടാമോ റാൻഡം ആയിട്ട് ഒരു പ്രോബബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ഡേറ്റ എടുക്കാൻ കഴിയും. അങ്ങനെ എടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒതന്റിസിറ്റി ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി റിലയബിൾ ആണ്. ഈ ഒരു നമുക്ക് വളരെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരിതാണ്. മാത്രമല്ല ജനറലൈസേഷൻ എബിലിറ്റി കൂടുതലാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സൊസൈറ്റിക്ക് വേണ്ടി ജനറലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. Shall we move to this one, next one? Okay. So നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഈ പ്രോബബിലിറ്റി സാമ്പിളിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, there is a chance for a 10 mark question from probability sampling.
ഈ സാമ്പിളിംഗ് ടെക്നിക്സിന്റെ ഒരു എസ് എ 10 മാർക്ക് എസ് എ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അസൈൻമെന്റ് എഴുതിയതാണത്. എസ് എ ക്വസ്റ്റിന് അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ കുഴപ്പമില്ലല്ലോ. ഇല്ല. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഇറ്റ് സെൽഫ് സിഗ്നിഫൈസ് ദ പർപ്പസ്. അത് നോക്കിയാൽ സിമ്പിൾ, അതായത് വി ആർ നോട്ട് അറ്റ് ഓൾ യൂസിങ് എനി കോംപ്ലക്സ് തിയറീസ് ഓർ അൽഗോരിതംസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് റാൻഡം ആയിട്ട്, വളരെ റാൻഡം ആയിട്ട് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മൾ അസംബ്ലിയിൽ പറയുകയാണ്, ഇന്ന് ഇവിടെ ഒരു പെർഫോമൻസ് നടത്താൻ 2 കുട്ടികളെ വേണം, ആരാ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ കാണിച്ചിട്ട് ഓക്കെ യു കം എന്ന് പറഞ്ഞ് നമ്മൾ റാൻഡം ആയിട്ട് വിളിക്കും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വളരെ ക്രൂഡായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഒരു നമ്മുടെ സബ്സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഈക്വൽ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ റാൻഡം ആയിട്ട് ഒരാളിനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മുഖമുദ്രകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആണ്, ഈക്വൽ പ്രോബബിലിറ്റി ആണ് ടു ബി സെലക്റ്റഡ്. ഓക്കെ. പിന്നെ ഉള്ളത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തിയറി ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദിസ് ടെക്നിക്. പിന്നെ പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ, ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഒരു സ്കൂളിലെ കുട്ടികൾ എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ ഹോമോജീനിയസ് ഗ്രൂപ്പ്, നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോവുകയാണ്, മാർക്കറ്റിൽ നിന്ന് ആൾക്കാരിൽ നിന്നാണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ യു കനോട്ട് യൂസ് സിമ്പിൾ റാൻഡം ടെക്നിക്. വൈ? ബിക്കോസ് അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരേ ആൾക്കാരല്ല, വയസ്സായവരുണ്ട്, കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ലേബേഴ്സ് ഉണ്ട്, വെൻഡേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് അതവിടെ പറ്റില്ല. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ഓൺലി ഹോമോജീനിയസ്, ഒരുപോലെയുള്ള സെയിം കൈൻഡ് ഓഫ് ആക്ടിവിറ്റിയിലുള്ള അല്ലെങ്കിൽ സെയിം പ്രൊഫൈലുള്ള സാമ്പിൾസിൽ നിന്ന് മാത്രമേ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബയാസ്ഡ് സാമ്പിൾസ് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ യാതൊരു റൂൾസിനനുസരിച്ചോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് കൺസെപ്റ്റ് അനുസരിച്ചോ ഒന്നും അല്ല സാമ്പിളിനെ എടുക്കുന്നത്, റാൻഡം ആയിട്ടാണ്. വി ആർ ജസ്റ്റ് സെലക്ടിങ് ദം ഔട്ട് ഓഫ് നോവെയർ. അങ്ങനെയാണ്, ബേസ്ഡ് ഓൺ ഒരു ജസ്റ്റ് പ്രോബബിലിറ്റി ഉപയോഗിച്ച് മാത്രം, നോ പ്രീവിയസ് റൂൾസ് ആർ അപ്ലൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺബയാസ്ഡ് ആയിട്ടുള്ള സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ജനറലൈസേഷൻ റിഗാർഡിങ് എ ലാർജർ പോപ്പുലേഷൻ. വലിയൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു പൊതുവായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സാമ്പിൾ വെച്ച് നമ്മൾ കുറച്ച് നല്ല വിശ്വസനീയമായ രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ അടുക്കുകൾ എന്നാണ്, തട്ടുകൾ എന്നാണ്, പല പല തട്ടുകൾ എന്നാണ്. അപ്പൊ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ പല പല ഡിവിഷൻസ്, പല ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ശരിക്കും ഇവിടെ റാൻഡം സാമ്പിളിംഗ് തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ പോപ്പുലേഷനെ കുഞ്ഞു കുറെ സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ സബ് ഗ്രൂപ്പുകളുടെ പേരാണ് സ്ട്രാറ്റ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ പേര് വെറുതെ ഒന്ന് പേന വെച്ചൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് കേൾവിയിലൂടെ മാത്രമല്ല നമ്മുടെ എഴുത്തിലൂടെയും ആ വാക്കിനെ ഒന്ന് പരിചയപ്പെടാനുള്ള അവസരമാണ്. കേൾക്കുമ്പോൾ തന്നെ ഒന്ന് എഴുതി നോക്കിയാൽ അത് മനസ്സിലേക്ക് പതിയാനുള്ള സാധ്യത കൂടുതലാണ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റേതാണെങ്കിൽ പോപ്പുലേഷൻ എന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ പോപ്പുലേഷനെ സ്ട്രാറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ചുമ്മാതല്ല. ഇറ്റ് മേ ബി ബേസ്ഡ് ഓൺ സം കൈൻഡ് ഓഫ് ക്രൈറ്റീരിയ. ഇപ്പോൾ വയസ്സിനനുസരിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ പറയും ക്ലാസ് അനുസരിച്ച് ലൈനായിട്ട് നിൽക്കാൻ പറയും. ഓക്കെ, ആക്ച്വലി വി ആർ ഡൂയിങ് എ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾ. വി ആർ ഗോയിങ് ടു ഡു എ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. എന്നിട്ട് ഇങ്ങനെ 1ാം ക്ലാസ് ഇവിടെ, 2ാം ക്ലാസ് ഇവിടെ, അങ്ങനെ നിൽക്കാൻ പറയുന്നു. പിന്നെ അല്ലെങ്കിൽ ഏജ് അനുസരിച്ച് പറയാം. 1 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെ, 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെ, അങ്ങനെ പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് സബ് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റ ആയിട്ട് മാറ്റിയതിന് ശേഷം ആ ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രാറ്റ എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. ഓക്കെ,
അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം സാർ, വ്യത്യാസം ക്ലിയർ ആക്കി തരാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസംബ്ലി ഗ്രൗണ്ടിൽ കുട്ടികളെ മിക്സഡ് ആയിട്ട് നിർത്തുന്നു. ഒരു ലൈനായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, എല്ലാവരും കൂടെ കഴലാണ് നിൽക്കുന്നു, KGയും 1ഉം 10ഉം 12ഉം എല്ലാം കൂടെ. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇതിൽ നിന്ന് 5 പേരെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് യു കം ഹിയർ എന്ന് പറഞ്ഞാൽ 5 പേരെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് കയറ്റുന്നു റാൻഡം ആയിട്ട്. പക്ഷേ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിൽക്കുന്ന കുട്ടികൾ എല്ലാവരും ക്ലാസ് അനുസരിച്ച് നിൽക്കുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇവിടെ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇവിടെ, അങ്ങനെ നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ഞാൻ റാൻഡം ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 3ാമത് നിൽക്കുന്ന ആളെങ്കിൽ വാ, തേർഡ് സ്റ്റാൻഡേർഡിൽ 5ാമത് നിൽക്കുന്ന ആൾ വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ സ്ട്രാറ്റയിൽ നിന്ന് റാൻഡം ആയിട്ട് എടുക്കും. അതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ സബ് ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ സ്ട്രാറ്റയിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേഷൻ സാമ്പിളിൽ ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം മിക്സായാണ് നിൽക്കുന്നതെങ്കിൽ ഉയരം കൂടിയ കുട്ടികളെ പെട്ടെന്ന് കാണാനും അവരെ പെട്ടെന്ന് സാമ്പിളായിട്ട് വിളിച്ച് എടുക്കാനും ഉള്ള സാധ്യത കൂടുതലാണ്. പൊക്കം കുറഞ്ഞ കുട്ടികളുടെ നിന്ന് കാണില്ല, അപ്പോൾ അവർ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലൈനായിട്ട് നിൽക്കുകയും ഓരോ ക്ലാസ്സിലെ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റയിൽ നിന്നും ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും ഞാൻ റാൻഡമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ സബ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ സാമ്പിൾ ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഓതൻറ്റിക് ആയിട്ട് മാറും, കുറച്ചും കൂടെ നമുക്ക് വിശ്വസനീയമായിട്ട് നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, പോപ്പുലേഷൻ്റെ ഡൈവേഴ്സിറ്റി നമുക്ക് സാമ്പിളിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിലൂടെ നമ്മുടെ നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ സബ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫോക്കസ് ചെയ്യാം, അതല്ല ജനറലൈസ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം എന്നുള്ള ഒരു വെർസറ്റാലിറ്റിയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തതിലേക്ക് പോകാമല്ലോ. ഇത് ആക്ച്വലി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. ഇതിനെ നമ്മൾ പറയില്ലേ, നമ്മളെന്താ കളിയാക്കി പറയാറുണ്ട്, മർമാണിക്ക് സോപ്പ് കേൾക്കാൻ പറ്റത്തില്ല എന്ന്. കാരണം ശരീരത്തെ എവിടെ തൊട്ടാലും മർമ്മമാന്ന് പറയുന്ന പോലെ സാമ്പിളിംഗ് ഈസ് എ സിമ്പിൾ തിങ്. ആക്ച്വലി ദിസ് കൈൻഡ് ഓഫ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഈസ് മേക്കിംഗ് ഇസ് ടു കോംപ്ലക്സ്. അതാണ് ഇത്, പല പല പെർസ്പെക്റ്റീവ് പറയുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഇസ് എ സിമ്പിൾ തിങ്. അത് നമ്മൾ കേട്ട് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അപ്പോൾ ക്ലസ്റ്റർ എന്ന് ഉദ്ദേശിച്ച ഒരു കൂട്ടം എന്നുള്ള അർത്ഥമാണ് അല്ലേ, ക്ലസ്റ്റർ. അപ്പോൾ ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഫോം ചെയ്യുന്നതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷനെ നമ്മൾ പല പല ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ക്ലസ്റ്ററിൽ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന്? അല്ല, വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ അസംബ്ലിയുടെ എക്സാമ്പിൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ രണ്ടാമത് പറഞ്ഞ ടൈപ്പായ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഞാൻ പറഞ്ഞു ഓരോ സ്ട്രാറ്റിൽ നിന്ന് റാൻഡമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ അങ്ങനെയല്ല. ഞാൻ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കുട്ടികളെല്ലാം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറയും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 1, 2, 3, 4, 10 കുട്ടികൾ കാണും. ആ 10 കുട്ടികളിൽ ഓരോ കുട്ടി ഓരോ ക്ലാസ് എന്നായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലും 10 കുട്ടികൾ കാണും. ആ കുട്ടികളും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരിക്കും. ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. നേരത്തെ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 1ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്നതാണ് സ്ട്രാറ്റ. ഇവിടെ അങ്ങനെയല്ല, ക്ലസ്റ്റർ ഫോം ചെയ്യുമ്പോൾ എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാർ ഉൾപ്പെടുന്നതായിരിക്കും ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ക്ലസ്റ്ററുകൾ ഫോം ചെയ്ത് നിർത്തിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിനെ ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് എല്ലാ ക്ലാസ്സിലും ഒരേ കുട്ടിയെ കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്നതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ വ്യത്യാസം ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ സാർ? ഓക്കെ. സോ അപ്പോൾ ഇതിൻ്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്ത് അത് റാൻഡമായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽസിനേക്കാളും പ്രാധാന്യം കിട്ടുന്നത് ക്ലസ്റ്ററിനാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പൊതു സ്വഭാവത്തിന് പ്രാധാന്യമുണ്ട് അതിനകത്ത്. ഇനി ഇത് എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് ഏത് സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ വളരെയധികം പരന്ന് കിടക്കുകയാണെങ്കിൽ,
ആണ് നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്ത് എടുക്കുന്നത്. ഒരുപാട് എന്താണ് ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ് എന്ന് പറയും. ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ അകലങ്ങളിലാണ് ആൾക്കാർ നിൽക്കുന്നതെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, എക്കണോമിക് ആണ്, പ്രാക്ടിക്കബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഈ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഏതൊക്കെയാണെന്ന് മറന്നു പോകാതിരിക്കാൻ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ഞാൻ പറഞ്ഞ സ്കൂളിൻ അസംബ്ലിയുടെ കാര്യം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി, ഓർമ്മിക്കും. മൂന്നാമത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. നാലാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയും. എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അത്രയും റാൻഡംനെസ് ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യും റാൻഡമായിട്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ്സിലെ കുട്ടി, ഞാൻ പറഞ്ഞതുപോലെ അസംബ്ലി ഗ്രൗണ്ടിൽ എല്ലാ കുട്ടികളും ക്ലാസ് വൈസ് ലൈനായിട്ട് നിൽക്കുകയാണ്. ഞാൻ 1ാം ക്ലാസ്സിലെ ഫസ്റ്റ് കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു, റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് പറയുകയാണ്, നമ്പർ എണ്ണാൻ പറയുകയാണ്. അപ്പോൾ അവ എണ്ണുകയാണ് 1, അപ്പോൾ അടുത്ത കുട്ടി 2, ബാക്കിലത്തെ കുട്ടി 3, അങ്ങനെ എണ്ണി 10 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. വീണ്ടും 1 മുതൽ എണ്ണാൻ പറയും. അപ്പോൾ 1, 2, 3 അങ്ങനെ നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന, അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ്. നമ്പേഴ്സ് എടുത്തിട്ട് 1 ഉള്ളവരെല്ലാം ഒരു സൈഡിൽ വാ, 2 ഉള്ളവരെല്ലാം ഒരു സൈഡിൽ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ ഒരു പർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ എത്തുമ്പോൾ അത്രയും ആൾക്കാരെ എവരി nth പേഴ്സൺ എന്ന് പറയും. ഓരോ എണ്ണാമത് നിൽക്കുന്ന, അല്ലെങ്കിൽ 5ാമത് 6ാമത് 7ാമതൊക്കെ പറയും പോലെ ഓരോ nth പേഴ്സണിനെയും നമ്മൾ മാർക്ക് ചെയ്ത് ഒരു പോപ്പുലേഷൻ ചോസ് ചെയ്താൽ അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഒരു സിസ്റ്റത്തിന് ഒരു കൗണ്ടിങ് സിസ്റ്റം വെച്ചിട്ട് എടുക്കുന്നത്, അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന്റെ സൈസ് ഫിക്സഡ് ആയിരിക്കും. അതൊരു സ്കീമാറ്റിക് വേയിൽ ഒരു സ്കീം അനുസരിച്ച്, ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് എത്ര പേരെ വെച്ചാണ് സാമ്പിൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ 5, 6, 8, ഇത് നമുക്ക് പോപ്പുലേഷൻ സൈസിനനുസരിച്ച് തീരുമാനിക്കാം. ഇപ്പോൾ 10 കുട്ടികളെ ഉള്ളെങ്കിൽ ഞാൻ 1, 2, 3 1, 2, 3 എണ്ണാൻ പറയും. കാരണം അത്ര ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ 100 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ 10 എണ്ണാം. 10 പേരുള്ള 10 ഗ്രൂപ്പാക്കി മാറ്റും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4 അങ്ങനെ എണ്ണാൻ പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷനുള്ള എളുപ്പമാണ്, ഈസി ഇംപ്ലിമെൻറ്റേഷനാണ്. സിമ്പിൾ റാൻഡമിനേക്കാളും നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ലാർജർ പോപ്പുലേഷൻസിന് ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? പറയാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറ്, ഞാൻ നേരത്തെ പറഞ്ഞ അസംബ്ലി ഗ്രൗണ്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. അവിടെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ 1ാമത്തെ കുട്ടിയെ ഞാൻ അങ്ങ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് പറയാണ് നമ്പേഴ്സ് 4 വരെ എണ്ണാൻ പറയാം. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ 5ാമത്തെ കുട്ടി വീണ്ടും എണ്ണും 1, 2, 3, 4 അങ്ങനെ എണ്ണുന്നു. നമ്മൾ സാധാരണ ഗ്രൂപ്പ് ചെയ്യൂലേ സ്കൂളിലൊക്കെ. എന്നിട്ട് 1 അല്ല ഒരുമിച്ച്, 2 അല്ല ഒരുമിച്ചെന്ന് പോലെ. അപ്പോൾ ഇങ്ങനെ nth പേഴ്സൺ വരെ കൗണ്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്ന സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഏതെങ്കിലും മനസ്സിലാവണമെങ്കിൽ ചോദിക്കണം കേട്ടോ. നമുക്ക് മറ്റു ക്ലാസ് പോലെ അല്ല, നമുക്ക് എത്ര സമയം എടുത്താലും മനസ്സിലാക്കി പോയാൽ മതി അല്ലേ സാർ? തീർച്ചയായിട്ടും അതെ. സോ ഓൾ ഡൗട്ട്സ് ആർ ഓൾവേസ് വെൽക്കം. എല്ലാവർക്കും ചോദിക്കാം. എനിക്ക് പറ്റുന്ന, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഐ ക്യാൻ ആൻസർ. ഓക്കെ, സോ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച എന്താണ്, നമ്മൾ പഠിച്ച പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതിൻ്റെ ഒരു ചിത്രീകരണമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എല്ലാവരും ഒന്ന് നോക്കിക്കേ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ 1ാമത്തെ ചിത്രം കണ്ടോ? അതായത് ഇങ്ങേറ്റത്തുള്ള ഇത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. SRS നമ്മൾ പറയും, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് അതെല്ലാം കളറൊന്നും ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ പ്രോബബിലിറ്റി ഉള്ളത് കൊണ്ടാണ് കളറൊന്നും കൊടുക്കാത്തത്. അതിൽ നിന്ന് വളരെ റാൻഡമായിട്ട്, വളരെ എന്താണ്, എവിടെന്നെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് 5 പേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, നോ ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ ഒന്നുമില്ല. ജസ്റ്റ് അതാണ്, വേറെ കളറോ ഗ്രൂപ്പോ ജെൻഡറോ ഒന്നുമില്ല.
ഇനി Right. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് പഠിച്ച ഏതായിരുന്നു? ആദ്യം നമ്മൾ Stratified. സിമ്പിൾ Stratified. സ്ട്രാറ്റിഫൈഡ് ആണ്. സ്ട്രാറ്റിഫൈഡ് വന്നപ്പോൾ എന്ത് ചെയ്തു കണ്ടോ, പല പല കളർ സ്ട്രാറ്റയായിട്ട് മാറ്റി അല്ലേ? കണ്ടോ, ഓറഞ്ച് കളർ, പച്ച കളർ, വയലറ്റ് കളർ, ഇങ്ങനെ പല സ്ട്രാറ്റയായി ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ പല പല അളവിലാണ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഞാൻ ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് അളവ് കൂടുതലാണ് അല്ലേ, അപ്പോൾ കൂടുതൽ പേര് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പേര്, ഏറ്റവും കുറച്ച് എടുത്തിട്ടുള്ളത് വയലറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ സ്ട്രാറ്റ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റാൻഡമായി സെലക്ട് ചെയ്തു. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണത്. മൂന്നാമത് നമ്മൾ വന്ന ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് അല്ലേ. കണ്ടോ, ഇവിടെ ക്ലസ്റ്റർ ഫോം ചെയ്തപ്പോൾ കണ്ടോ, എല്ലാ ക്ലസ്റ്ററിലും 3 ക്ലസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ട്. 3 ക്ലസ്റ്ററിലും നിൽക്കുന്ന ആൾക്കാരുടെ അലോട്ട്മെന്റ് ഒരുപോലാണ് അല്ലേ, എല്ലാം ഒരേ രീതിയിലാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഞാനിങ്ങ് സെലക്ട് ചെയ്താൽ അത് കൃത്യമായിട്ട് എനിക്ക് എല്ലാം എവിടെ നിന്ന് സെലക്ട് ചെയ്താലും എനിക്ക് ഒരേ സാമ്പിൾ സൈസ്, ഒരേ സാമ്പിൾ സെറ്റ് തന്നെ കിട്ടും അല്ലേ. ഏതെടുത്താലും ഇതുപോലെ തന്നെ ഇരിക്കും, ശരിയല്ലേ? നമ്മൾ ഒരു ക്ലസ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ക്ലസ്റ്ററിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. ഇന്ന ക്ലസ്റ്റർ ക്രൈറ്റീരിയ ഒന്നുമില്ല, ചുമ്മാ ഒരു ക്ലസ്റ്ററിനെ എടുക്കുന്നു. ഇനി നാലാമത്തേത് സിസ്റ്റമാറ്റിക്. ഈ കിടക്കുന്ന ഇതാണ് സിസ്റ്റമാറ്റിക്കിൽ. കണ്ടോ, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 രണ്ടാമത്തെ ആളിനെ ഞാൻ മാർക്ക് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞ് 1 2 3 4 5 6 വീണ്ടും അടുത്ത ആൾ വന്നു. വീണ്ടും 1 2 3 4 5 6 ആറാമത്തെ ആൾ വന്നു. 1 2 3 4 5 6 ഇങ്ങനെ കണ്ട ഓരോ ആറാമത്തെ ആളിനെയാണ് സെലക്ട് ചെയ്ത് അവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് സാമ്പിൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പിക്ചർ എടുത്ത് നന്നായിട്ട് നോട്ട്സ് വായിച്ച് പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അവിടെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 1 2 3 4 5 അങ്ങനെ എണ്ണിയിട്ട് സെക്കൻഡ് നമ്പേഴ്സിനെ മാറ്റി അങ്ങനെ നോക്കാം. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനനുസരിച്ച്, അതാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ മെമ്പേഴ്സിനെ എടുക്കുന്നത്. ഓക്കെ അല്ലോ. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ ഒരു മൈൻഡ് മാപ്പാണ്. അപ്പോൾ നമുക്ക് പരീക്ഷയുടെ സമയമാകുമ്പോൾ നോട്ട്സ് എല്ലാം എടുത്തിട്ട് വായിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പുകളാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യവും ഇതിനകത്ത് ചുരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് പിന്നീട് നോക്കിക്കൊണ്ടാൽ മതി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. എന്താണ് അടുത്ത പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ പഠിച്ചത്. വാട്ട് ആർ ദ സ്റ്റെപ്സ്, എങ്ങനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്യുന്നത്, വാട്ട് ആർ ദ സ്റ്റെപ്സ്. ഒന്ന്, പിക്ക് ദ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് കെയർഫുള്ളി. അപ്പം നമുക്ക് ഏത് പോപ്പുലേഷൻ എന്നാണ് എടുക്കേണ്ടത്? ഉദാഹരണം, എനിക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഷെരീഫ മാമിന് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ, എൻ്റെ സാമ്പിൾ ഞാൻ ഏത് പോപ്പുലേഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്? ഷെരീഫ മാം കേൾക്കുന്നുണ്ടോ? സാർ ഓഡിബിൾ അല്ലേ സാർ? ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഒന്നുകൂടെ പറയാ, എന്റെ ഒന്നുകൂടെ പറയോ? ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എങ്ങനെ ചെയ്യാം, അത് ഏതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ, അതിന്റെ രീതികളും നോക്കണം. അതിലൊന്ന്, നമ്മുടെ പഠിക്കേണ്ട പോപ്പുലേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് വളരെ ശ്രദ്ധിച്ചെടുക്കണം. നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണോ പഠിക്കുന്നത് അതിന് അനുയോജ്യമായ പോപ്പുലേഷൻ എടുക്കണമെന്നാണ്. അപ്പൊ എനിക്ക് പഠിക്കേണ്ടത്, ഇപ്പൊ ഉദാഹരണത്തിന് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവാണ് പഠിക്കേണ്ടത്. അപ്പൊ എൻ്റെ പോപ്പുലേഷൻ ഏതായിരിക്കും, ഏതാ എടുക്കുന്നത് നല്ലത്? ഇപ്പോൾ കോളേജ് കുട്ടികളെ എടുക്കുന്നതാണോ നല്ലത്? അതേ പിന്നെ എന്താണ് കോർപ്പറേഷനിലുള്ള 1000 സ്റ്റാഫുകളെ എടുക്കുന്നതാണോ നല്ലത്? അതോ ഒരു സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള കുട്ടികളെ എടുക്കുന്നതാണോ നല്ലത്? സ്കൂളിലുള്ള 5 മുതൽ 10 വരെയുള്ള വളരെ ക്ലിയർ ആണ് അല്ലേ, വളരെ ക്ലിയർ ആണ്. അപ്പൊ എന്താണ് നമ്മുടെ പഠനം എന്താണ്? നമുക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് വേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഇൻട്രസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാമ്പിൾ ഫ്രെയിം കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. എന്താണ് സാമ്പിൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ,
നമ്മൾ ഈ സ്കൂൾ കുട്ടികളെ എടുക്കുന്ന സമയത്ത് ഈ ഉദാഹരണത്തിന് ഈ സ്കൂൾ കുട്ടികളിൽ ഒരു 10 സ്പെഷ്യൽ ചിൽഡ്രൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഡെഫ് ആൻഡ് ഡംബ്, അവർക്ക് കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. അപ്പോൾ അവരെ നമ്മൾ അനലൈസിസ് വെക്കാൻ വെച്ചിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സംസാരിക്കാനുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ 5 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ സാമ്പിൾ സൈസ് എടുക്കുമ്പോഴും അതിനകത്ത് നമുക്ക് റിലവൻ്റ് അല്ലാത്ത ഒരു ഗ്രൂപ്പാണ് സ്പെഷ്യൽ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഔട്ട് ഓഫ് ദ ഫ്രെയിം, അതായത് നമ്മളെ സാമ്പിൾ ഗ്രൂപ്പിൽ നിന്ന് സബ്സെറ്റിൽ നിന്ന് പുറത്ത് മാറ്റി നിർത്തേണ്ടതാണ്. അവരെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യണം ഈ സ്റ്റഡിയിൽ നിന്ന്. അതിനെയാണ് ചൂസിങ് അപ്രോപ്രിയേറ്റ് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുക. ഇനി 3 ചൂസ് യുവർ സാമ്പിൾ ആൻഡ് ബിഗിൻ ദ സർവേ. അപ്പോൾ സാമ്പിൾ ഒരിക്കലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായ സർവേ, അതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ ഘട്ടം. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് കടന്നു പോകുന്നത്. എനിക്കൊന്ന് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ സർ? അടുത്തേക്ക് പോവാം. ഓക്കെ. സോ എപ്പോഴാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കേണ്ടത്? ഒന്ന്, ടു റെഡ്യൂസ് സാമ്പിൾ ബയാസ്. അതായത് സാമ്പിൾ ബയാസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിങ്ങിൻ്റെ തെറ്റായ സാമ്പിളിംഗ് കാരണം ഉണ്ടാകുന്ന, നമ്മുടെ റിസർച്ചിൽ ഉണ്ടാകുന്ന കുഴപ്പം ഒഴിവാക്കാനാണ് നമ്മൾ കൃത്യമായ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ, പിഴവുകളില്ലാതെ സാമ്പിളിംഗ് നടത്തുന്നതിനാണ് സെലക്ടിങ് സാമ്പിളിംഗ് വിത്തൗട്ട് ബയാസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, റാൻഡം സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ബയാസിങ് വളരെ കുറവായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സ്കൂൾ തിരക്കി നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോൾ നൗസറുദ്ദീൻ സാറിൻ്റെ ഒരു സ്കൂളുണ്ടെന്ന് വെക്കുക. സാറിൻ്റെ സ്കൂൾ, സാറിനോട് പറയാണ്, സാറ് വിഷമിക്കേണ്ട, നേരെങ്കിൽ പോരെ, കുട്ടികളെ ഞാൻ തരാം. അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അവിടെ ചെന്നപ്പോൾ സാർ എന്ത് ചെയ്തെന്നറിയാവോ? ഞാൻ വരുന്നതിന് മുന്നോടിയായിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് പറഞ്ഞു, കുട്ടികളെ, ഇന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ടൊരു സാറ് വരുന്നുണ്ട്, എല്ലാവരും റെഡിയായിരിക്കണം എന്ന് പറയും. അല്ലേ? എൻ്റെ റിസർച്ച് അവിടെ തീർന്നു. എന്താണെന്നറിയാവോ? ബയാസ്ഡ് ആയി. അല്ലേ? ബയാസ്ഡ് ആയി. കാരണം കുട്ടികൾ അവർക്ക് അറിഞ്ഞൂടാത്ത പൊട്ട ഇംഗ്ലീഷ് വരെ എന്ന് പ്രയോഗിക്കും എൻ്റെ അടുത്ത്. കാരണം സാർ പറയും, ഒരു വാക്കുകൂടെ സാറ് പറയും, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൻ്റെ മുന്നേ എന്നെ നാണം കെടുത്തല്ലേ കുഞ്ഞുങ്ങളെ എന്ന് പറയും. അതോടുകൂടി എൻ്റെ റിസർച്ച് ബയാസ്ഡ് ആയി. കാര്യം എന്താണ്? എനിക്ക് പിന്നെ ശരിക്കുള്ള ഡേറ്റ കിട്ടൂല. ഞാനൊരു ക്വസ്റ്റ്യർ കൊടുക്കുകയാണ്, ആർ യു പ്രൊഫിഷ്യന്റ് ഇൻ ഇംഗ്ലീഷ്? അവരെന്തിടും? യെസ് ഇടുവോ നോ ഇടുവോ നസറുദ്ദീൻ സാർ? യെസ് ഇടും. കാരണം സാറ് പറഞ്ഞിരിക്കുകയാണ്. അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ബയാസിങ്. അപ്പോൾ ബയാസിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ അൺബയാസ്ഡ് ആയിരിക്കും. അതേസമയം നസറുദ്ദീൻ സാർ എന്നെ വിളിക്കുകയാണ്, എൻ്റെ സ്കൂളിലോട്ട് വാ എന്ന് പറയാണ്. ഞാൻ നോക്കട്ടെ സാർ, പറ്റുമെങ്കിലേ വരുവുള്ളൂ എന്ന് പറയും. അപ്പോൾ സാർ എന്ത് വിചാരിക്കും? ഇയാൾ വരുമൊന്നുമില്ല, ഞാൻ വെറുതെ എന്തിനാ, അയാൾ വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ സാറൊന്നും പറയത്തില്ലല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ റാൻഡം ആയിട്ടാണ് വന്നത്. ഞാൻ സാറിനോട് പറയും, സാർ എനിക്ക് വേറെ സ്കൂളിലും ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോകാനും ചാൻസ് ഉണ്ട്, അവിടെ പോയി നടന്നില്ലെങ്കിലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറയും. അപ്പോൾ പ്രോബബിലിറ്റി റൈസ് ചെയ്തു അവിടെ. ഓക്കെ. അപ്പോൾ സാറിന് ഒന്നും പറയാൻ പറ്റില്ല. അൺബയാസ്ഡ് ആയിട്ട് എനിക്ക് റിസർച്ച് സാമ്പിൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന്, വെൻ ദ പോപ്പുലേഷൻ ഈസ് ഡൈവേഴ്സ്. പോപ്പുലേഷൻ എന്താണ്? വൈവിധ്യം മാറുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ, ഒരേ കാറ്റഗറി അല്ല, പല പല കാറ്റഗറിയിലും പല പ്രൊഫൈലിലുമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കാം. 3, ആക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിൾ ഉണ്ടാക്കണമെങ്കിലും പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നസറുദ്ദീൻ സാറിൻ്റെ സ്കൂളിൽ ഞാൻ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ ജനറൽ IQ ചെക്ക് ചെയ്യണം. അപ്പോൾ എനിക്കൊരു 10 കുട്ടികളെ സാമ്പിളായിട്ട് തരണമെന്ന് പറയാം. അപ്പോൾ സാർ എന്ത് ചെയ്യും? സാർ ഉടൻ ചിന്തിക്കും, ഇയാൾ വന്ന് എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ IQ കുറവാണെന്ന് കണ്ടെത്തിയാൽ ഇയാളത് പുറത്തു പോയി പറയും, എനിക്ക് നാണക്കേടാണ്, എൻ്റെ സ്കൂളിൻ്റെ നാണക്കേടാണ്, ഏറ്റവും മിടുക്കരായ 10 കുട്ടികളെ ഇയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ സാർ എല്ലാ ക്ലാസ്സിലെയും ടോപ്പേഴ്സിനെ കൊണ്ട് എൻ്റെ മുമ്പ് നിർത്തും. ഞാൻ IQ ചെക്ക് ചെയ്യും. എങ്ങനെ ഇരിക്കും സാർ IQ? എല്ലാം എബോവ് 90% ആയിരിക്കും. അല്ലേ? എൻ്റെ റിസർച്ച് ബയാസ്ഡ് ആയി. മാത്രമല്ല, എനിക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ സാമ്പിൾ ആക്യുറേറ്റ് അല്ലായിരുന്നു. അതേസമയം സാറിൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ട്, സാർ എന്നെ എല്ലാ ക്ലാസ്സിലും ഒന്ന് കൊണ്ടുപോയാൽ മതി, ഞാൻ ഓരോരുത്തരെ ഞാൻ സെലക്ട് ചെയ്തോളാം എന്ന് പറയാണ്. ഞാൻ പോയിട്ട് ആ ക്ലാസ്സിൽ 5ാമത്തെ ബെഞ്ചിൽ 4ാമതിരിക്കുന്ന ആളെങ്കിൽ പോരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റാൻഡം ആയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ സാമ്പിൾ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഞാൻ റാൻഡം ആയിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്യുറേറ്റ് സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാൻഡംനെസ് നമ്മളെ സഹായിക്കും. ഇത്രയാണ്
പ്രോബബിലിറ്റി സാമ്പിളിംഗ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഹൗ വെൻ ടു യൂസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, Right. Vijay sir, are you comfortable with the class? Yes, it's very interesting. Okay. And We have you're any... teaching very well, actually. It's Oh, really good. thank you. I may So, not be able to speak, but you can raise your doubts also. If I No, am whatever able, I that- can also explain. Okay. I'm able to understand because, moreover, there's a PPT in English. Okay. So, and moreover, but I'm able to understand what you're saying. And it's very clear, and you're doing it very well. Thanks. Okay. Yeah. Thank you. So it will be shared in classroom after the class. Okay. Okay. I think you should take all the subjects. I think it's like that. Oh, sir, that You're is teaching so. so. Yeah, exactly. Very nicely Yeah, is actually, taking the class. no, I'm being honest. It's not that I'm just saying, but the way of explanation now you're explaining is very nice. So Maybe it's in Malayalam, that's a surely I different consider story. it's a privilege, but my In Malayalam, his constraints are there. explaining is very that you are not able to understand, right? And No, he's I'm able to explaining very understand. well. I can understand, but I may not be able to speak. But So if you want anything really to be explained in English, you can please you can demand. No problem. I can. Okay. no problem. Yeah, I will. Thank you. So okay. So coming back. So what are the advantages? Okay, this is why I am repeating some kind of points again and again, because just by examining the previous questions came to my notice that some questions are repeating. One of the repeated question is that about this type of sampling techniques. It has been repeated 2 to 3 times under the 10 mark category. സോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മോഡ്യൂൾ 5 തന്നെ വന്നത്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. സോ അപ്പൊ അഡ്വാൻറ്റേജസ് മോഡ്യൂൾ 5 ആണ് എടുക്കുന്നത്, മോഡ്യൂൾ 1 അതെ അല്ല അതെ, മോഡ്യൂൾ 1 ഈസ് വളരെ ഈസിയാണ് സാർ. മോഡ്യൂൾ 1 ഒന്നുമില്ല, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. എന്താണ് റിസർച്ച് മെത്തഡോളജി, അതൊക്കെ ഉള്ളു. അത് ജസ്റ്റ് വി ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, പ്രോബ്ലം. അപ്പൊ ഇത് ഇവിടെ ശരിക്കും എന്റെ സ്റ്റഫ് തുടങ്ങുന്നത് ഒരു 3 മുതലൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം 5 എടുത്തത് ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ റിപ്പീറ്റേഷൻ റേറ്റ് കൂടിയ ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 5. അപ്പൊ അതങ്ങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് എളുപ്പമായി, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഏത് മോഡ്യൂളിലാണ്? അതിനി അങ്ങോട്ടാണ്, ഇതിലല്ല, ലാസ്റ്റ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന പാർട്ടിലാണ്. അത് ഞാൻ നോക്കിയില്ല, നോക്കണം അതിന്. സോ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ ഒന്ന്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. I am just using my intuition to select randomly. So there is no instruments required. Just my നമ്മുടെ ഒരു റെഡിനെസ് മാത്രം മതി, അത്രയേ ഉള്ളൂ. സോ ദെൻ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഉള്ള ഇതൊന്നുമില്ല, പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, ഫിൽട്ടറിംഗ് മെക്കാനിസംസ് ഒന്നുമില്ല. ജസ്റ്റ് വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ പോപ്പുലേഷൻ ആൻഡ് സെലക്ട് ദ സാമ്പിൾ സൈസ്. ഓക്കെ, സോ നോൺ ടെക്നിക്കൽ ആണ്, ബിക്കോസ് നമുക്ക് ടെക്നിക്കൽ നോളജ് ഒന്നും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, സാർ ഒരു സൈക്കോളജിസ്റ്റ് അല്ല എന്ന് വിചാരിക്കുക. സാറിൻ്റെ സ്കൂളിൽ ഞാൻ വരുന്നു, സാർ ഒരു ടീച്ചറാണ്. ഞാൻ സാറിനോട് പറയാണ്, സാർ എനിക്ക് ഒരു 100 കുട്ടികളുടെ സാമ്പിൾ വേണം, ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ പ്രൊഫൈലും തരാണ്. അപ്പോൾ സാറിന് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എ നോൺ ടെക്നിക്കൽ പേഴ്സൺ ക്യാൻ ഓൾസോ ഡു. ഓക്കെ, അപ്പോൾ അതാണ് നോൺ ടെക്നിക്കൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതൊരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ആണ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ കൂടെ ചോദിക്കുന്നതാണ്. എനി 2 അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. പ്ലീസ് നോട്ട് ഇറ്റ്. ദെൻ നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. നൗ വി ആർ ഗോയിങ് ടു ദ പാർട്ട് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ ദർ ഇസ് എ സർട്ടനിറ്റി, അതായത് നേരത്തെ നമുക്ക് അൺസർട്ടനിറ്റിയാണ്, പ്രോബബിൾ മീൻസ് അൺസർട്ടനിറ്റിയാണ്, നമുക്ക് ഏതാണെന്ന് അറിയില്ല, ബട്ട് 50-50% പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഞാൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് 5th സ്റ്റാൻഡേർഡിൽ നിന്ന് 150 സെന്റിമീറ്റർ ഹൈറ്റിനും 155 സെന്റിമീറ്റർ ഹൈറ്റിനും ഇടയ്ക്കുള്ള ഒരു കുട്ടിയെ വേണം എന്ന് പറയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ആയിട്ട് അങ്ങനെയുള്ള 1-2 പേരെ കാണുള്ളൂ, അവരെ ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഐ ആം നോട്ട് ടേക്കിംഗ് ദ പ്രോബബിലിറ്റി, ഐ ആം പർട്ടിക്കുലർലി സെലക്ടിങ് ആസ് പെർ മൈ ക്രൈറ്റീരിയ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എന്താണ്, റിസർച്ചറിൻ്റെ ഇൻട്രസ്റ്റ്,
അയാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ അയാളുടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഇതൊക്കെ വെച്ചിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇത് ഹിയർ ദ സാമ്പിൾസ് ആർ നോട്ട് സെലക്ടഡ് ബൈ ചാൻസ് ബട്ട് ബൈ പർപ്പസ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടുത്തെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതൊരു നമുക്കൊരു എക്സ്റ്റെൻസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല, ഒരു ലെസ് റിഗറസ് എന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 155 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടിയെ തന്നെ വേണം. ദെൻ എനിക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അത് അല്ലേ, എനിക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റും ഇല്ല. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി കാണില്ല, അവിടെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും 1-2 കുട്ടികളെ കാണും, അവരെ പർട്ടിക്കുലർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും, വളരെ സ്ലോ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്താണ് മെത്തേഡായിട്ട് നമുക്കിതിനെ കാണാം. കുറച്ചും കൂടെ എന്താണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ഡീപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സെലക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ അപേക്ഷിച്ച് ഇനി ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും പ്രോബബിലിറ്റി വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ നീഡ് അനുസരിച്ച്, നമ്മുടെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയൻ അനുസരിച്ചാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയൻ അനുസരിച്ചാണ് അവരുടെ സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈ സബ്ജക്റ്റിവിറ്റി ആണ്. റിസർച്ചറിന്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഹൈറ്റ് 155 സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഐ എം സബ്ജക്റ്റീവ് അബൌട്ട് ഹൈറ്റ്. അപ്പോൾ ഒരു ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കോമൺ യൂസ് ആണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്തും, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, ക്വാളിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ഒരു അനാലിസിസ് നടത്തുന്ന റിസർച്ചാണ് ക്വാളിറ്റി റിസർച്ച്. അതുപോലെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ്, ഡൂയിങ് സം കൈൻഡ് ഓഫ് എക്സ്പ്ലോറേഷൻ. ഇപ്പോൾ എന്താണ് ഒരു പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ളത്, അതിന്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ പഠിക്കുന്നതാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ സാമ്പിളിംഗ് അപ്രോച്ച് എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് സമയം, നമ്മുടെ സാമ്പത്തികമായ ബാധ്യതകൾ, ഇതൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സാമ്പിളിംഗ് ഡിഫിക്കൽട്ടായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പൈലറ്റ് സ്റ്റഡീസിലാണ് കൂടുതലും വരുന്നത്. സാമ്പിൾ സൈസ് സ്മോളർ ആയിരിക്കും, കാരണം നമുക്ക് റാൻഡം ആയിട്ട് ഇഷ്ടമുള്ളവർ എടുക്കാൻ പറ്റില്ലല്ലോ, ക്രൈറ്റീരിയ അനുസരിച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ കമ്മിങ് ടു ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ടൈപ്സ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഓക്കെ, സോ കൺവീനിയൻസ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് നമ്മളെ കൺവീനിയൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈസിയസ്റ്റ് ആയിട്ട് ഒരു റിസർച്ചറിന് എത്ര എളുപ്പത്തിൽ ഒരു സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ അസംബ്ലിയിലേക്ക് ഞാൻ വരുന്നു, എനിക്ക് അസംബ്ലിയിൽ നിന്ന് 10 കുട്ടികളെ വേണം. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തത്, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്തത് അല്ലേ. നേരത്തെ റാൻഡമിൽ, ഇവിടെ അങ്ങനെയല്ല. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുട്ടികളെ ഒന്നും ചെക്ക് ചെയ്യാനുള്ള സമയമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം. എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, ആ ഫ്രണ്ടിൽ നിൽക്കുന്ന 10 പേരിങ്ങ് പോരെ എന്ന് പറയും അല്ലേ. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന 10 പേരെ ഫ്രണ്ടിൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ച് ഞാൻ അവരെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈസി, അതാണ് എൻ്റെ കൺവീനിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത്, ഇത് ക്വിക്കാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഈസിയാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നറിയാമോ, എല്ലാ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടില്ല. ഫ്രണ്ടിൽ നിൽക്കുന്നവരെ കൊണ്ടുപോയാൽ ബാക്കിൽ നിൽക്കുന്നവർ ഔട്ടായില്ലേ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ക്വാളിറ്റീസ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ജനറലൈസേഷൻ, പൊതുവൽക്കരണം നടക്കില്ല. വി കനോട്ട് ജനറലൈസ് ദ ഔട്ട്പുട്ട് വി ഗെറ്റ് ഫ്രം സച്ച് കൈൻഡ് ഓഫ് സാമ്പിൾ. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നവരെ മാത്രം കൊണ്ടുപോയി അവരുടെ സ്വഭാവം പഠിച്ചിട്ട് ഇത് തന്നെയാണ് എല്ലാവർക്കും നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ സച്ച് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇത് എപ്പോഴാണോ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒരുപാട് വലിയ പോപ്പുലേഷനെ പഠിക്കേണ്ടി വരികയും എല്ലാവരെയും ആക്സസ് ചെയ്യുന്നത് ഇംപ്രാക്ടിക്കലായി മാറുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പോൾ UP-യിൽ നടക്കുന്ന മഹാകുംഭമേള
അല്ല, എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ദിവസം തന്നെ 20-30 കോടി ആൾക്കാരാണ് ഇങ്ങനെ അതിനുവേണ്ടി ട്രാൻസാക്ട് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അവിടെ നിന്ന് ഈ കുംഭമേളയുടെ ഫീഡ്ബാക്ക് എടുക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിചാരം എന്ന് വെച്ചാൽ, കുംഭമേള കൊണ്ട് യൂസ് ഉള്ളത് സെയിൻസിനാണ്, സന്യാസിമാർക്കാണ്. സന്യാസിമാരെ ഒന്ന് ഫീഡ്ബാക്ക് എടുക്കാം. ഞാൻ അവിടെ ചെന്നപ്പോൾ സന്യാസിമാരെ ഒന്നും കാണാനില്ല. എല്ലാവരും അങ്ങ് നദിയുടെ അടുത്താണ്, അങ്ങോട്ടൊന്നും പോകാനും വയ്യ. അപ്പോൾ എനിക്ക് സാമ്പിളിങ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൺവീനിയൻസിലേക്ക്, എൻ്റെ കംഫർട്ട് സോണിലേക്ക് വരികയും ഞാൻ ആദ്യം ഇനിയിപ്പോൾ സന്യാസിമാരൊന്നും വേണ്ട, എന്തായാലും ഇവർ ഇവിടെ വന്നവരാണല്ലോ, അവരേന്ന് എടുക്കാം എന്നും പറഞ്ഞ്, ഇയാൾ ഇവിടെ നിന്നാ പറയാം, ഞാൻ കൊച്ചിയിൽ നിന്നാ ഇങ്ങോട്ട് വരുന്നത്, ഇയാൾ ഇവിടെ വന്നിട്ട് എന്താ മനസ്സിലാക്കിയതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയാളോട് ചോദിക്കും. അപ്പൊ സത്യത്തിൽ നമുക്ക് എന്താ പറ്റുന്നത്, ഈ ശരിക്കുള്ള ഈ സന്യാസിമാർക്ക് എന്ത് യൂസാണ്, അല്ല ഞാൻ അവിടെ വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു പബ്ലിക്കിൻ്റെ നിന്ന് എടുക്കുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് നോൺ റെപ്രസെൻറ്റേറ്റീവ് എഫക്റ്റും ലാക്ക് ഓഫ് ജനറലൈസബിലിറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നെ ഇത്രയും തിരക്കിനിടയിൽ എനിക്ക് സാമ്പിൾ സെലക്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത്, കൺവീനിയൻസ് സാമ്പിളിങ്ങിലേക്ക് പോയത്. അപ്പോൾ ഒരു ഡീപ്പ് സ്റ്റഡിക്കൊന്നും നടത്താൻ വേണ്ടി കൺവീനിയൻസ് സാമ്പിളിംഗ് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാൻഡേർഡ് സിറ്റുവേഷൻ തന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് സജസ്റ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് ആണ്. അപ്പൊ കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്, ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൺവീനിയൻസ് സാമ്പിളിംഗ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, പക്ഷേ ഒരേ സമയമല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയ്ക്ക് പോയിട്ട് ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ അന്ന് വന്നില്ല, പിറ്റേന്ന് വന്ന് ഒരാളെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല, സമയമെടുത്ത് പതുക്കെ ഇങ്ങനെ കോൺവീനിയൻസ് സാമ്പിളിംഗ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ് കൺസിക്യൂട്ടീവ് ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടത്തുന്ന കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആള് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാനൊക്കെ ആവശ്യത്തിന് സമയം എടുത്താണ് ചെയ്യുന്നത്. ഓക്കെ, ടൈം ഇഷ്ടം പോലെ എടുത്താണ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളരെ സ്ലോയിൽ ചെയ്യുന്നത് കൊണ്ട്, ടൈം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഡീപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് ഒരാളോടെ സംസാരിക്കുന്നുള്ളെങ്കിൽ അയാളോട് എനിക്ക് നന്നായിട്ട് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്, നോൺ റെപ്രസെൻറ്റേറ്റീവ്നെസ്സും ലാക്ക് ഓഫ് ജനറലൈസബിലിറ്റിയാണ്. സെയിം കൺവീനിയൻസ് സാമ്പിളിങ്ങിൻ്റെ അതേ ഡ്രോബാക്സ്, ലിമിറ്റേഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു റിഫൈൻമെൻറ്റ് ഓഫ് റിസർച്ച് നടക്കുന്ന സമയത്താണ്. ഇപ്പം നടക്കുന്ന ഓൺഗോയിങ് ഫൈൻഡിങ്സ് വെച്ചിട്ട് എന്തെങ്കിലും റിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് അറിയണ്ടല്ലോ, പെട്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് നമുക്ക് ഈ കൺസിക്യൂട്ടീവ് സാമ്പിളിങ്ങിൻ്റെ ഒരു യൂസ് വരുന്നത്. ഒരു പ്രോഗ്രസീവ് സ്റ്റഡിക്ക് പറ്റിയതാണ്. സ്റ്റഡി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബേസ് ഡേറ്റ കളക്ഷന് പറ്റില്ല. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് ക്വാട്ട സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സബ് ഗ്രൂപ്പ്സ്. നേരത്തെ സ്ട്രാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ആ സബ് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്ത സ്ട്രാറ്റയിൽ നിന്ന് പാർട്ടിസിപ്പൻസിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. ഈ സബ് ഗ്രൂപ്പിൽ നിന്ന് ചുമ്മാ സെലക്ട് ചെയ്യുകയല്ല, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ അനുസരിച്ച്. നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു അല്ലേ സാർ? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നേരത്തെ ചെയ്തതല്ലേ? ആ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് റാൻഡം ആയിട്ടാണ് ചെയ്തിരുന്നത് അല്ലേ? ഇവിടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ആക്ച്വലി ക്വാട്ട സാമ്പിളിംഗ് ഈസ് എ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ബേസ്ഡ് ഓൺ എ ക്രൈറ്റീരിയ, അത്രേ ഉള്ളൂ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഉള്ളി വിളിക്കുന്ന പോലെയാണ്. ഇതെല്ലാം ഒരു സാധനം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവിലാണ് പേരൊക്കെ മാറ്റി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും സീരിയസ്നെസ്സിലെടുത്ത് പഠിച്ചാൽ മതി, ഈസി ആയിട്ട് അങ്ങ് പഠിച്ചു പോകാം നമുക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോപ്പുലേഷൻ ആദ്യം സ്ട്രാറ്റയായി ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ റാൻഡമായിട്ട് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ഡേറ്റ വെച്ചിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? Anyone, can you suggest an example for this? Quota sampling? Yeah, quota sampling.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് പഠിക്കുകയാണ്. സോ ഞാൻ അവിടെ പോയിട്ട് ഡേറ്റ എടുക്കുന്നു. ഡേറ്റ എടുത്തിട്ട് ഹയർ സെക്കൻഡറി കുട്ടികളെ ഗേൾസിനകത്തല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗേൾസ് സ്റ്റുഡൻസിനെ എടുത്തിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് പല പല സ്ട്രാറ്റ ആക്കുന്നു. ആ സ്ട്രാറ്റയിൽ നിന്ന് മെൻസ്ട്രൽ ഡിഫക്ട്സ് ഉള്ള കുട്ടികൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തെടുത്താൽ അവർക്കാണല്ലോ അവർക്കാണ് ഹൈജീൻ കൊണ്ടുള്ള പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് ഞാൻ അസംഷൻ വെച്ചിട്ട് ആ മെൻസ്ട്രൽ പ്രോബ്ലം ഉള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കോട്ട സാമ്പിളിംഗ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു മൊത്തം പോപ്പുലേഷനായ സ്കൂൾ കുട്ടികളെ ഗേൾസ് എന്ന് പറഞ്ഞ സ്ട്രാറ്റയായിട്ട് ചുരുക്കിയിട്ട് അതിൽ നിന്ന് എൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള കുട്ടികളെ മാത്രം എടുത്തു പഠിക്കാനായിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് എ കോട്ട സാമ്പിളിംഗ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ ഒരു നമ്മുടെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അത് വെച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജനറൽ പോപ്പുലേഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു സ്ട്രാറ്റ എടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയും, ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു നമുക്ക് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു സബ് ഗ്രൂപ്പിനെ എടുത്ത് പഠിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു സബ് ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയും. ജഡ്ജ്മെന്റൽ ഓർ പർപ്പസീവ് സാമ്പിളിംഗ്. ഇവിടെ നമ്മൾ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ തന്നെ, അല്ലെങ്കിൽ ആരാണോ റിസർച്ചർ അയാളുടെ എക്സ്പെർട്ടൈസ്, അയാളുടെ സെലക്ട് ചെയ്യാനുള്ള കഴിവ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാണ്. വേറെ ഒരു ക്രൈറ്റീരിയനും വെക്കത്തില്ല, ഒരു തിയറിയോ ഒന്നും വെക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാണ്. ഇപ്പം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പറയാണ്, പിന്നെ ഒരു ക്ലാസ്സിൽ ഇപ്പം എന്താണ് സ്കൂൾ ഡേ ആണ്, സ്റ്റേജിലേക്ക് ഫർണിച്ചറൊക്കെ പിടിച്ചിടണം. അപ്പം ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് പറയാണ്, ഇവിടെ നിന്ന് 5 കുട്ടികളിങ്ങ് വന്നേ പറയുമ്പം കൊച്ചു കുട്ടികൾ എനിക്ക് പറയും, നിങ്ങളൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ടൊന്നും ഡെസ്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കുക, വലിയ കുട്ടികളാ, ഹൈറ്റ് ഉള്ളവരോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് പോകും. എന്താണ് ആക്ച്വലി ഞാൻ അവിടെ ഒരു സാമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഞാൻ സെലക്ഷൻ നടത്തിയത് ജഡ്ജ്മെന്റൽ ആയിട്ടാണ്. കാരണം ഞാൻ ജഡ്ജ് ചെയ്യാണ്, ഹൈറ്റുള്ള കുട്ടികൾക്ക് ബെഞ്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ തന്നെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ റിസർച്ച് ക്രൈറ്റീരിയം വെച്ചിട്ട് റിസർച്ചർ തന്നെ ഒരു ജഡ്ജ്മെന്റിൽ എത്തുകയും അയാളുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് പാർട്ടിസിപ്പൻസിനെ ആരാണോ സ്യൂട്ടബിൾ എന്ന് അയാൾ ബിലീവ് ചെയ്യുന്നത്, അത് ആ വാക്ക് പ്രധാനമാണ്, അയാൾ ബിലീവ് ചെയ്യുന്നത്, അങ്ങനെ ആകണമെന്നില്ല, റിസർച്ചർ ബിലീവ് ചെയ്യാണ് ഹീ സ്യൂട്ടബിൾ, അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനാണ് ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ the criterion set by അല്ലെങ്കിൽ the judgment taken by the researcher അല്ലെങ്കിൽ the expertise of the researcher sometimes get confused due to some kind of other situations. അപ്പോൾ അയാൾ ജഡ്ജ്മെന്റ് കൺഫ്യൂസ്ഡ് ആകാം, അയാളുടെ എക്സ്പെർട്ടൈസിന് വിലയില്ലാതാകുന്ന അവസരങ്ങൾ വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് എന്ത് പറ്റാം, തെറ്റ് പറ്റാം. നേരത്തെ പറഞ്ഞ പോലെ ബയാസ്ഡ് റിസൾട്ട് വരും. അതിന്റെ ഭാഗമായിട്ട് മിസ്കൺസെപ്ഷൻസും റോങ് റിസൾട്ടുകളും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതിന് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഇത് സയന്റിഫിക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം സയന്റിഫിക് തിയറി ബേസ് ചെയ്തൊന്നും അല്ല സാമ്പിൾ എടുക്കുന്നത്, ജസ്റ്റ് ഇൻഡ്യൂഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റിസർച്ചറിന്റെ ഇൻഡ്യൂഷൻ ബേസ് ചെയ്താണ്, അയാളുടെ ഉൾപ്രേരണ വെച്ചിട്ട് അയാളുടെ തീരുമാനം വെച്ച് സ്വന്തമായിട്ട് എടുക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനൊരു ശാസ്ത്രീയ അടിത്തറ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതിന് മാത്രമല്ല ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഇത് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് കോൾഡ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ സ്നോബോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ എല്ലാവർക്കും? Vijay sir, have you heard about snowball? Yeah, I've heard of this sampling. Yeah, okay. There is in cartoons we often see a small drop of water which has been put on over a mountain. When it roll out to the valley, it become a huge snowball, isn't it? Correct. Yeah, so that means നമ്മളൊരു മഞ്ഞിന്റെ തുള്ളി വീണാൽ മതി, അത് ഉരുണ്ട് പോകുമ്പോൾ it will collect the snow while rolling. അപ്പോൾ പോകെ it will grow. Okay, അതുപോലെ I think this sampling is also used in this smoking, drinking and all those things. Yeah, yes, very very excellent, correct. But so here നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് നാസറുദ്ദീൻ സാർ, I want to take a data from നാസറുദ്ദീൻ സാർ and he is not
ഇൻ മൈ കൺട്രി, ഹീസ് ഔട്ട്സൈഡ് മൈ കൺട്രി, ഐ കനോട്ട് റീച്ച് ഹിം പേഴ്സണലി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ചോദിച്ചാലും പോരാ, ഐ വാണ്ട് സംതിങ് ടു ബി റിട്ടേൺ ബൈ ഹിം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഗൾഫിലേക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ ആ ഡോക്യുമെന്റ് കൊടുത്തു വിടും. അത് സാറിൻ്റെ കയ്യിൽ കൊണ്ടു സാർ അത് എഴുതിയിട്ട് തിരിച്ച് എൻ്റെ കയ്യിൽ കൊടുത്തു വിടും. ഓക്കെ, സോ ദിസ് ഈസ്, എന്നിട്ട് ഞാൻ സാറിനോട് പറയും, സാർ ഈ ഡോക്യുമെന്റ് എടുത്ത് സാറിൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കണമെന്ന് പറയും. അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരാളുടെ ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു, അയാളെ ഒരു സ്റ്റഡിക്ക് വിധേയമാക്കുന്നു, അയാളെ കൊണ്ട് മറ്റൊരാളിനെ റെഫർ ചെയ്യിക്കുന്നു. അങ്ങനെ ഈ ഞാൻ എൻ്റെ സ്റ്റഡി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ റെഫർ ചെയ്ത് ഒരു ചെയിൻ ഓഫ് റെഫറൻസ് ഉണ്ടാക്കുന്നു. ആക്ച്വലി അതൊരു സ്നോബോൾ സാമ്പിളിംഗ് ആണ്. പിന്നെ അത് ഈ എന്താണ്, ഈ ഡ്രഗ് ട്രാഫിക്കിൽ സാറ് പറഞ്ഞ വിജയ് സാർ സെഡ് ഇൻ ഡ്രഗ് ട്രാഫിക്കിംഗ് ആക്ച്വലി ദേ ആർ, even in a negative sense, they are using this snowball sampling, because once they get a client who is regularly using drugs, they will use that client for getting other clients. അപ്പോൾ ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരു സ്നോബോൾ മെക്കാനിസം തന്നെയാണ് അവിടെ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വേർ നമുക്ക് എന്താണ്, പെട്ടെന്ന് സാമ്പിൾസിൻ്റെ അടുത്ത് ഫിസിക്കലി എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് പാർട്ടിസിപ്പൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല ഇതിനകത്ത് റിസർച്ചർ മാത്രമല്ല, ഓരോരുത്തരും, ഇപ്പം ഞാൻ ഇൻസ്ട്രക്ട് ചെയ്തതനുസരിച്ചാണ് നാസറുദ്ദീൻ സാറ് ഡാറ്റ ഫില്ല് ചെയ്തതെങ്കിൽ പിന്നെ അടുത്ത ആൾ ഫില്ല് ചെയ്യുന്നത് നാസറുദ്ദീൻ സാറ് പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ നാസറുദ്ദീൻ സാർ ഈസ് ഓൾസോ ടേക്കിംഗ് പാർട്ട് ഇൻ മൈ റിസർച്ച്. സോ അപ്പോൾ മോർ പെർസ്പെക്റ്റീവ്സ് വിൽ ബി ഇൻവോൾവ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ്. നോക്കാം, മനസ്സിലാക്കാം. കൺവീനിയൻസ് സാമ്പിളിംഗ്, യു ക്യാൻ സി ഫ്രണ്ട് റോയിലുള്ളവരെ ജസ്റ്റ് വിളിച്ചു, ബാക്കിലോട്ടുള്ള ആർക്കും സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ള ആർക്കെങ്കിലും ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാമോ, ഫിഗർ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട്? ജസ്റ്റ് ട്രൈ. ആദ്യത്തെ നമ്മുടെ കൺവീനിയൻസ് സാമ്പിളിംഗ്, അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിലുള്ളത് നേരിട്ട് വിളിച്ചു. നേരിട്ട് വിളിച്ചു, ഈസിയാണ്. പർപ്പസീവ് സാമ്പിളിംഗ്, ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെ, റിസർച്ച് ക്രൈറ്റീരിയ അനുസരിച്ച് എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ മാത്രം വിളിച്ചു. കോട്ട സാമ്പിളിങ്ങിൽ കണ്ടോ, പല കളറിലുള്ള ഇതാക്കി, എന്നിട്ട് അതിൽ നിന്ന് ക്രൈറ്റീരിയ അനുസരിച്ച് സെലക്ട് ചെയ്തു. സ്ട്രാറ്റ ഉണ്ടാക്കിയിട്ട് സ്ട്രാറ്റയിൽ നിന്ന് ക്രൈറ്റീരിയ അനുസരിച്ച് സെലക്ട് ചെയ്തു. സ്നോബോൾ സാമ്പിളിംഗ് ഉണ്ടോ, ഒരാളിൽ നിന്ന് ആദ്യത്തെ ഇയാളിൽ നിന്ന് രണ്ടുപേരിലേക്ക് പോയി അടുത്ത ആൾ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ എന്താണ് ചെയിൻ, നമ്മുടെ ഇതില്ലേ മണി ചെയിൻ ഒക്കെ പോലെ, അതുപോലെ. ഇപ്പൊ ക്ലിയർ ആണല്ലോ. നെറ്റ്വർക്കിംഗ്. അതെ. സോ അപ്പോൾ വെൻ ടു യൂസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചറോ വല്ലതും ഐഡന്റിഫൈ ചെയ്യണമെങ്കിലാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പ്ലോറേറ്ററി, പൈലറ്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഉപയോഗിക്കും. ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സമയം കുറവാണെങ്കിലോ സാമ്പത്തികമായി ബാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറവാണെങ്കിലോ ഉള്ള സമയത്തും നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻ ഡെപ്ത്, വളരെ ആഴത്തിലുള്ള പഠനം നടത്തേണ്ട സമയത്ത്, പിന്നെ നോൺ ജനറലൈസബിൾ എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള റിസൾട്ട് വേണ്ട, നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഡീപ്പിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകുന്നു. ഇനി അഡ്വാൻറ്റേജസ് ആണ്, നേരത്തെ പറഞ്ഞു, സ്യൂട്ടബിൾ ഫോർ റിയൽ വേൾഡ് സെൽഫ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പൊതുസമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. ഫാസ്റ്റർ ആണ്, അഫോർഡബിൾ ആണ്, സാമ്പത്തികമായ ബാധ്യത ഉണ്ടാക്കുന്നതല്ല, സമയവും ചിലവാക്കുന്നതല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് എക്സാമിന് വേണ്ടിയിട്ട് പർട്ടിക്കുലറായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ഇതാണ്, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. ഇത് ശ്രദ്ധിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വാരി വലിച്ചിട്ട് എഴുതാൻ നിൽക്കണ്ട, ഇതങ്ങ് എഴുതി വെച്ചാൽ മതി, ഇത്രയും മതി. ഇറ്റ്സ് എക്സ്പ്ലെയിൻസ് എവരിത്തിങ്. അപ്പം ടൈം, നീ പറഞ്ഞ പോലെ എന്താണ്, ടൈം ലാഭമാണ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയവും പൈസയൊക്കെ ലാഭം തരുന്നൊരു സാധനമാണ്. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓൾ ദ പോയിന്റ്സ് ആർ കവേർഡ്. ഇഫ് യു ഹാവ് ടൈം വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൾസോ. സോ അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ജസ്റ്റ് യു ക്യാൻ ചെക്ക്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പഠിച്ച സാമ്പിളിംഗ് മെത്തേഡ് 2 ടൈപ്സ് ആണ്. പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. അണ്ടർ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റേഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ കീഴിൽ കൺവീനിയന്റ് സാമ്പിളിംഗ്, കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച. ജസ്റ്റ് keep this picture in your mind, then you can explore the whole thing. Okay, അപ്പോൾ ഇതെല്ലാം ജനറലൈസേഷൻ ആണ്. ദീസ് ആർ ഓൾ ജനറലൈസേഷൻസ് ഓഫ് ടുഡേസ് സെഷൻ. സോ ഇവിടെ സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എക്സാമ്പിൾ ഉണ്ട്. ജസ്റ്റ് യു ക്യാൻ ലുക്കിംഗ് this, you can get the data about just a brief explanation of the samplings and just examples, just brief explanation only. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്. അതുപോലെ ഓരോ ടെക്നിക്കിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്, ഇതൊക്കെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഇഫ് വി ഗെറ്റ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അനലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് കൺവീനിയന്റ് സാമ്പിളിംഗ് ആസ്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റോ ആണ് ആൻസർ. അനലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ഈ റോ ആണ് ആൻസർ. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ കുറെ ഒരു എല്ലാത്തിൻ്റെയും എല്ലാ സാമ്പിളിങ്ങിൻ്റെയും സ്ട്രെങ്തും വീക്ക്നെസ്സും ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. Okay, that's all.